ഈ അടുത്തിടെയായി പലതരത്തിലുള്ള ഇലക്ട്രിക് കാറുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു മുഖ്യമായ ഒരു കാറാണ് ആപ്റ്റേറ എന്ന US ബേസ്ഡ് ഇലക്ട്രിക് കാർ. ഈ കാറിൽ ചാർജൊന്നും ചെയ്യാതെ ഏകദേശം 64 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു സോളാർ EV കാറിന് ഇതുവരെയും ലഭിക്കാത്ത റേഞ്ച് തന്നെയാണ് ഇത്. മാത്രമല്ല ഈ കാറിന് പലതരത്തിലുള്ള പ്രത്യേകതകളും ഉണ്ട്. അത് നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു സോളാർ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്ലഗിംഗ് ചാർജും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായി സോളാർ എനർജിയിൽ ഇത് ചാർജ് ആകും. ഒരു ദിവസം മുഴുവൻ 64 കിലോമീറ്റർ വരെ റേഞ്ചും ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ടാമത്തെ മുഖ്യമായ കാര്യം, ഈ കാർ വേൾഡ് മോസ്റ്റ് എയറോഡൈനാമിക് കാർ ആയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണയായി ഡ്രാഗ് കോഫിഷ്യന്റ് 0.1 ഉണ്ടെങ്കിൽ അതാണ് ഹയസ്റ്റ് എയറോഡൈനാമിക് ഷേപ്പ് എന്ന് പറയുന്നത്. ഈ കാറിൽ 0.13 ആണ് CD വാല്യൂ ഉള്ളത്. ഈ കാരണം കൊണ്ട് തന്നെ ഇലക്ട്രിക്കും അതോടൊപ്പം തന്നെ സോളാറും വഴി ഏകദേശം 1600 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ കാറിൽ അൺമാച്ച്ഡ് ബാറ്ററി ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 400 കിലോമീറ്റർ, 640 കിലോമീറ്റർ, 960 കിലോമീറ്റർ, അങ്ങനെ ടോപ്പ് എൻഡ് വേരിയന്റിൽ 1600 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നു. ടെസ്ല പോലുള്ള കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ അധികമായ 3 മടങ്ങ് ട്രാവൽ ഡിസ്റ്റൻസ് ഈ കാറിൽ നിന്നും ലഭിക്കുന്നു. ഇത്രമാത്രം എഫിഷ്യൻസി ഉണ്ടാകുന്നതിന്റെ മുഖ്യമായ കാരണം നമ്പർ 1 എയറോഡൈനാമിക് ഡിസൈൻ, സോളാർ ചാർജും കൂട്ടിച്ചേർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കാർ ആയതുകൊണ്ടാണ് ഇത്രമാത്രം റേഞ്ച് ലഭിക്കുന്നത്. യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിൽ 2 സീറ്റിംഗ് കപ്പാസിറ്റിയോടെ ഈ കാറിനെ നിർമ്മിച്ചിരിക്കുന്നു. ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ വാഹനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഡീലർഷിപ്പും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് ഈ കാറ് കസ്റ്റമറിന്റെ കൈകളിലേക്ക് എത്തുന്നത്. 15.6 ഇഞ്ച് സെൻട്രൽ ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. മിനിമലിസ്റ്റിക് ആയ ഡാഷ്ബോർഡ് മാത്രമല്ല പല മോഡേൺ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. വളരെയധികം ഡിഫറെന്റ് ലുക്കിംഗ് കാറായിട്ട് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നു. ഈ കാറ് കാണുമ്പോൾ പലരും കോൺസെപ്റ്റ് കാറായിട്ടായിരിക്കും കാണുന്നത്. ഈ കാറ് ശരിക്കും പ്രൊഡക്ഷൻ വെർഷനാണ്. കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന ഒരു കാറാണിത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ വാഹനത്തെക്കുറിച്ച് വളരെയധികം ചർച്ചയായിട്ടുണ്ട്. ബോഡി മുഴുവനും സോളാർ എനർജിയെ ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ കാറ് കാണുമ്പോൾ പലർക്കും മറ്റേതോ ലോകത്തു നിന്ന് വന്ന അന്യഗ്രഹ ജീവികളുടെ വാഹനമായി തോന്നിയേക്കാം. അത്രമാത്രം യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഈ വാഹനം എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത് എന്നതിനെ പറ്റി വിവരങ്ങൾ ലഭ്യമല്ല. ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.